ഇതേത് സ്ഥലത്ത് വല്ല ഐഡിയ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ആൽത്തറ കേട്ടോ. ഞാൻ ആൽത്തറ ഭാഗത്ത് പോയപ്പോഴേ നൗഫലാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു സ്ഥലമുണ്ട് നമുക്ക് പോകണമെന്ന്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് നമ്മളെ കമലാസുരയ്യല്ലേ എഴുത്തുകാരി, അവരുടെ തറവാട് ഇവിടെയാണ്. അപ്പോൾ അവർക്കൊരു സ്മാരകം ഉണ്ട് ഇവിടെ, കേരള സാഹിത്യ അക്കാദമീൻ്റെ ഒരു സ്മാരകമാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും നമുക്കിത് ഇൻട്രസ്റ്റ് ഉള്ളതിനെ നമ്മൾ പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന കുറേ വസ്തുക്കളും അവരുടെ വീടും അവരുടെ ഓർമ്മകളും കിട്ടിയ അവാർഡുകളും അതിൻ്റെയൊക്കെ ഒരു ശേഖരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു തറവാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു ഭയങ്കര ഒരു പീസ്ഫുള്ളായൊരു സ്ഥലം. നമുക്ക് എന്താ പറയുക, ആ വെയിലത്ത് നമ്മൾ കയറിയപ്പോഴൊന്നും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കരമായ ശാന്തമായൊരു സ്ഥലം. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ മഹാനായ എഴുത്തുകാരൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് അവരുടെ ജീവിച്ചിരിക്കുമ്പോഴോ അവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ സ്മാരകം അതൊക്കെ നമുക്ക് സന്ദർശിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അത്ര അടുത്തുണ്ടായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പറഞ്ഞപ്പോഴാണ് ഞാനും ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പലവട്ടം യാത്ര ചെയ്താൽ. അപ്പോൾ അതിൻ്റെ അകത്ത് പോയപ്പോൾ അവർക്ക് കിട്ടിയ കുറേ സമ്മാനങ്ങളും കാര്യങ്ങളും, അതുപോലെ അവരുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട കുറേ നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ അവർ പറയാൻ ബാക്കി വെച്ച കുറേ കഥകളും അവരെഴുതി വെച്ച കഥകളുടെ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ആൽത്തറ ഭാഗത്ത് വിടുമ്പോൾ. ഇതാണ് കണ്ണമ്പായി എന്ന നൗഫൽ. അപ്പോൾ നൗഫൽ കാരാണ് നമുക്ക് കൊണ്ട് വരാൻ പറ്റിയ ബിഗ് താങ്ക്സ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരെ നീർമാതലം കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ പേരിൽ നോവലൊക്കെ ഉണ്ട്, പിന്നെ ഇലഞ്ഞിയും സർപ്പക്കാവൊക്കെ ഉണ്ട്. ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഈ ഭാഗത്ത് പോകുന്ന ആൾക്കാർ ഒന്ന് കവർ ചെയ്തോളൂ, അടിപൊളി സ്ഥലം.